കഴിഞ്ഞ ദിവസമാണ് ബലിപ്പെരുന്നാൾ അവധി ആഘോഷിക്കാൻ ഖത്തറിൽ നിന്നും മലയാളികൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ഇന്ത്യൻ സംഘം കെനിയയിലേക്ക് പോയത്. എന്നാൽ വിനോദയാത്ര തുടങ്ങി മണിക്കൂറുകൾക്കകം എത്തിയത് അവരിൽ ചിലർക്ക് ജീവൻ നഷ്ടപ്പെട്ട വാർത്തയാണ്. അക്കൂട്ടത്തിൽ ഗീത ഷോജി ഐസക് എന്ന നൂറുകണക്കിന് കുട്ടികളുടെ വാത്സല്യനിധിയായ ടീച്ചറമ്മയുടെ മരണവാർത്ത കൂടിയുണ്ടായിരുന്നു. അത് പുറത്തു വന്നപ്പോൾ ഖത്തർ മലയാളികൾ മുഴുവൻ ഒന്നടങ്കം ഞെട്ടിപ്പോയി. ഇപ്പോഴിതാ ടീച്ചറമ്മയെ തിരക്കി സ്കൂളിലെത്തുന്ന കുട്ടികളുടെ ചോദ്യത്തിന് മുന്നിൽ ഹൃദയം തകർന്നിരിക്കുകയാണ് ഗീതയുടെ മകനും എറണാകുളത്ത് ഡോക്ടറുമായ ഡോക്ടർ ജോയൽ ഐസക്. ഹോപ്പ് ഖത്തർ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ 100ഓളം വരുന്ന കുട്ടികൾക്ക് അധ്യാപിക എന്നതിനേക്കാൾ ഉപരി വാത്സല്യനിധിയായ അമ്മയായിരുന്നു ഗീത. കഴിഞ്ഞ 15 വർഷമായി ഖത്തറിലെ പ്രത്യേക പരിചരണം ആവശ്യമുള്ള കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ഹോപ്പ് ഖത്തറിലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അധ്യാപികയായിരുന്നു ഗീത. തന്റെ ജീവിതം പൂർണ്ണമായും പ്രത്യേക പരിചരണം ആവശ്യമുള്ള കുട്ടികൾക്കായി ഒഴിഞ്ഞുവെക്കുകയായിരുന്നു ഈ 58കാരി. ഹോപ്പ് ഖത്തറിന്റെ സാമ്പത്തിക പ്രതിസന്ധികളുടെ കാലത്ത് പോലും കൂടപ്പിറപ്പിനെ പോലെ കരുത്തു പകർന്ന് ഒപ്പം നിന്ന ടീച്ചറുടെ വേർപാട് പകരം വയ്ക്കാനോ നികത്താനോ കഴിയാത്ത നഷ്ടമായാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവർ പങ്കുവെക്കുന്നത്. മുതിർന്ന വിദ്യാർത്ഥികളുടെയും ഓപ്പൺ സ്കൂളിംഗിന്റെയും ക്ലാസുകളുടെ ചുമതലയായിരുന്നു ഗീതയ്ക്കുണ്ടായിരുന്നത്. ഓരോ കുട്ടികളുടെയും പാഠ്യേതര കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, സ്നേഹനിധിയായ അമ്മയുടെ കരുതലോടെ ഓരോ കാര്യങ്ങളിലും അവരെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചത് ഗീത ടീച്ചറായിരുന്നു. എപ്പോഴും പുഞ്ചിരിയോടെ മാത്രമേ ഗീത ടീച്ചറിനെ എല്ലാവരും കണ്ടിട്ടുള്ളൂ. വളരെ മൃദുവായ സംസാരം, കുട്ടികൾക്ക് എങ്ങനെ ഊർജം പകരണമെന്ന് ഇത്ര മികച്ചതായി മാർഗനിർദ്ദേശം നൽകാൻ ടീച്ചറെ പോലെ മറ്റൊരാൾക്കും കഴിയില്ല. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നിറഞ്ഞ പോസിറ്റിവിറ്റിയാണ് ടീച്ചറുടെ പ്രത്യേകതയെന്ന് സഹപ്രവർത്തകരും പറയുന്നു. ഓരോ കുട്ടികളെയും സ്വന്തം മക്കളെ എന്ന പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൈപിടിച്ചു നടത്തിയ സ്നേഹനിധിയായ ടീച്ചറിന്റെ വേർപാട് വിശ്വസിക്കുവാൻ ഇവിടുത്തെ കുട്ടികൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഹോപ്പ് ഖത്തറിന്റെ തുടക്കം മുതൽക്കേ ഗീത ടീച്ചർ ഇവർക്കൊപ്പമുണ്ട്. സ്റ്റാഫ് എന്നതിനേക്കാൾ വ്യക്തിപരമായുള്ള ബന്ധത്തിന് വലിയ ആഴമുണ്ട്. അത്രയേറെ പ്രിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു. മക്കളെ പോലെയല്ല, മക്കളായിട്ട് തന്നെയാണ് ഓരോ കുട്ടികളെയും ടീച്ചർ കണ്ടിരുന്നത്. വാഹനാപകടത്തിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറിനെ നഷ്ടമായതിന്റെ ഞെട്ടലാണ് ഹോപ്പ് ഖത്തറിലെ കുട്ടികൾ സഹപ്രവർത്തകരും മാനേജ്മെന്റുമെല്ലാം ഇപ്പോഴുള്ളത്. 1995 ഖത്തറിലെത്തിയ ഗീത നാട്ടിൽ മാവേലിക്കര സ്വദേശിനിയാണ്. ദോഹയിൽ എഞ്ചിനീയറായ ഭർത്താവ് ഷോജി ഐസക്കിനും ഇളയ മകൻ എബിൽ ഐസക്കിനും ഒപ്പമായിരുന്നു വിനോദയാത്രയ്ക്ക് പോയത്. വടക്കുകിഴക്കൻ കെനിയയിലെ ന്യാൻഡറുവ പ്രവിശ്യയിൽ വെച്ച് സംഘം സഞ്ചരിച്ചിരുന്ന ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ മരിച്ച 6 പേരിൽ ഗീത ഷോജി ഐസക് ഉൾപ്പെടെ 5 പേരും മലയാളികളാണ്. പാലക്കാട് മണ്ണൂർ സ്വദേശി റിയ, മകൾ ടൈറ, തൃശൂർ ഗുരുവായൂർ തൈക്കടവ് ജസ്ന, മകൾ റൂഹി മഹ്റിൻ എന്നിവരാണ് മരിച്ച മറ്റു മലയാളികൾ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.